ഒരച്ഛൻ്റെ വേദനയെ എന്താണെന്ന് ഓർക്കുക. അമ്മയെപ്പോലെ അച്ഛനും വേദനയുണ്ട്. കഴിഞ്ഞ 12-ാം തീയതി മുതൽ കാണാതായിരിക്കുന്നു. അഭയ് എന്നാണ് കുട്ടിയുടെ പേര്. 9ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ 10th ഇപ്പോൾ ജയിച്ച് പാസ്സായിരിക്കുകയാണ്. പുള്ളി എന്നത്തെയും പോലെ തന്നെയാണ് രാവിലെയും എന്നെ പറഞ്ഞു വിടുക, ഹാപ്പി ആയിട്ട് തന്നെയാണ് പറഞ്ഞു വിടുകയും എല്ലാം ചെയ്തത്. അതേപോലെ കാര്യമായിട്ടാണ്. തലേ ദിവസം ഒരു വിഷമം ഇല്ലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. എവിടേക്കാണ് നമ്മുടെ പിൻതോമനകൾ ഓടി മറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. കാരണം മണിക്കൂറുകൾ 1 or 2 അല്ല, ദിവസങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. വളരെയധികം വേദനയോടുകൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ചിതറയിലാണ്. ചിതറ വളവുപച്ച സ്വദേശിയായിട്ടുള്ള ജിത്ത് എന്ന വ്യക്തിയുടെ മകനെ കഴിഞ്ഞ 12-ാം തീയതി മുതൽ കാണാതായിരിക്കുന്നു. അഭയ് എന്നാണ് കുട്ടിയുടെ പേര്. 9ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ 10th ഇപ്പോൾ ജയിച്ച് പാസ്സായിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ ഈ കുട്ടി പതിവ് പോലെ തന്നെയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ ഇതുവരെയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. കുട്ടിയെ കാണാതായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചിതറ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം വലിയ രീതിയിൽ നടക്കുകയാണ്. കേരളം ഒന്നാകെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ, കുട്ടികളെ കാണാതാവുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളം ഒന്നാകെയുള്ള വാർത്താ മാധ്യമങ്ങൾ ഒന്നുചേരും. പക്ഷേ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാരണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. എവിടേക്കാണ് നമ്മുടെ പിൻജോമനകൾ ഓടി മറയുന്നത്? എൻ്റെ കൂടെയുള്ളത് ഇപ്പോൾ അഭയുടെ അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് കേസിൻ്റെ ഒരു പുരോഗതി? എന്തായി? പോലീസ് എന്താണ് പറയുന്നത്? ഇപ്പോൾ പാരിപ്പള്ളി നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിലമേൽ നിന്ന് പാരിപ്പള്ളിയിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാരിപ്പള്ളിയിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ പോയി, കൊല്ലത്തേക്ക് പോയോ, പരവൂരോട്ട് പോയോ, ആറ്റിങ്ങൽ ഭാഗത്തോട്ട് പോയോ, വർക്കലയ്ക്ക് പോയോ എന്നുള്ള CCTV ഫുട്ടേജ് പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ദിവസം ഈ 12-ാം തീയതി മിസ്സിംഗ് ആവുന്ന സമയത്ത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ വിഷമോ എന്തെങ്കിലും ഉണ്ടായിരുന്നു കുട്ടിക്ക്? പുള്ളി എന്നത്തെയും പോലെ തന്നെയാണ് രാവിലെയും എന്നെ പറഞ്ഞു വിടുക, ഹാപ്പി ആയിട്ട് തന്നെയാണ് പറഞ്ഞു വിടുകയും എല്ലാം ചെയ്തത്. അതേപോലെ കാര്യമായിട്ടാണ്. തലേ ദിവസം ഒരു വിഷമം ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. രാവിലെ ആഹാരം എല്ലാം ഉണ്ടാക്കി ഞാൻ വെച്ചു. അവന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറ് ഉൾപ്പെടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ശരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അന്വേഷണത്തിന്റെ ഒരു പുരോഗതി? പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നന്നായി നോക്കുന്നുണ്ട് അവർ. പക്ഷെ മണിക്കൂറുകൾ ഇത്രത്തോളം കടന്നു പോയിരിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കാണാതായി നമുക്കൊക്കെ അറിയാം, കേരളത്തിനടക്കി ഒരുപാട് വാർത്തകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത്രയും മണിക്കൂറുകൾ കടന്നു പോയിട്ട് നമുക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. ഒരച്ഛൻ്റെ വേദനയെ എന്താണെന്ന് ഓർക്കുക. അമ്മയെപ്പോലെ അച്ഛനും വേദനയുണ്ട്. അദ്ദേഹത്തോട് കൂടുതലൊന്നും തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ കുറച്ച് സമയം ഒരു ട്യൂഷന് പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അയലത്ത് വീട്ടിൽ പോയിട്ടോ ഒക്കെ തന്നെ നമുക്ക് വരാതെ ആകുമ്പോൾ നമ്മളൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ആവലാതി അതിനേക്കാളൊക്കെ തന്നെ എത്രയോ ഭയാനകമായിരിക്കുന്നു, എത്രയോ ഭീകരമായിരിക്കുന്നു. കാരണം 12-ാം തീയതി, കാരണം ഇന്ന് ദിവസം 3 പിന്നിടുമ്പോഴും ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പാരിപ്പള്ളി, ആറ്റിങ്ങൽ ആ ഭാഗങ്ങളിലൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ ചിതറ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നു. ഇത്രയും മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ ഒരു അച്ഛൻ ഉണ്ടാകുന്ന വൈകാരികമായ അവസ്ഥയിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഈ കുട്ടിയുടെ രൂപസാദൃശ്യവുമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ രൂപമുള്ള ഈ കുട്ടിയെ കാണാതായ ദിവസം ധരിച്ചിരുന്നത് ബ്ലാക്ക് ടീഷർട്ടാണ്. അതോടൊപ്പം ഈ കുട്ടിയെ കാണാതായ സ്ഥലത്തു നിന്നുള്ള കാര്യങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. കാരണം മണിക്കൂറുകൾ 1 or 2 അല്ല, ദിവസങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് ഈ നാടും ഈ വീടും. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൺ, വിസ്മയ ന്യൂസ്.